അപ്പോൾ ഈ ഹിന്ദുക്കൾ ഒക്കെ ജയ് ശ്രീറാം എന്ന് പറയാറുണ്ട്. അവർ ഈ ജയ് ശ്രീറാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രാജാവ് ആകേണ്ട വ്യക്തി താൻ രാജാവാകേണ്ട ആ ഒരു സമയത്ത്, അതിന് തൊട്ട് മുമ്പ് എൻ്റെ മാതാപിതാക്കളുടെ നിർദ്ദേശമനുസരിച്ച് ആ രാജസ്ഥാനം വേണ്ട എന്ന് വെച്ച് സ്റ്റെപ്പ് മദറിൻ്റെ വാക്ക് കേട്ടിട്ടാണ് വനവാസത്തിലേക്ക് പോവാണ്. 1-2 ദിവസത്തേക്കല്ല, 14 വർഷം തന്നെ ഭാര്യയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ 14 വർഷത്തെ ആ വനവാസം ഒരൊറ്റയടിക്ക് ആ രാജസ്ഥാനത്തോട് യാതൊരു മോഹമില്ലാതെ പോകാൻ തയ്യാറായതുകൊണ്ടാണ് ഹിന്ദുക്കൾ ആ രാമനെ പറ്റി ആലോചിക്കുമ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത്. ഈ ലൗകിക കാര്യങ്ങളോടൊക്കെ നമുക്ക് വളരെയധികം അടുപ്പവും നമുക്ക് വളരെയധികം അറ്റാച്ച്മെൻറ്റുമാണ്. നമ്മളോട് ആരെങ്കിലും ഈ വിഷയങ്ങളിൽ അനീതി ചെയ്താൽ നമ്മൾ കോർട്ടിനെ സമീപിക്കാറുണ്ട്. കോർട്ട് പോലെ പ്രവർത്തിക്കുന്ന, നമുക്ക് നീതി പാലിച്ചു തരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ സമീപിക്കാറുണ്ട്. നമുക്കെല്ലാവർക്കും മാനസികമായിട്ട് ആ സമയങ്ങളിൽ വളരെയധികം വേദനയും വിഷമവും ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ആ ശ്രീരാമൻ്റെ മനസ്സിൽ കൂടിയും പോയി കാണും. ഇത് അനീതിയല്ലേ? അവനും ചിലപ്പം ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് പറഞ്ഞു കാണും. ഈ അനീതിയോട് പ്രതിഷേധിച്ച് അതിനെതിരെ നിന്ന് അവിടെ ജയാളിയാകണമെന്ന് അവനും ചിലപ്പോൾ ആഗ്രഹിച്ചു കാണും. അന്ന് പിന്നെ LDFും കമ്മ്യൂണിസ്റ്റും കാൾ മാർക്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്യാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലേ? അന്ന് ഹ്യൂമൻ റൈറ്റ്സിനും ഒരു വ്യക്തിയുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ UN ഇല്ലല്ലോ. പക്ഷേ ഇത്രയും ഓർഗനൈസേഷൻസ് ഒന്നും ഇല്ലാത്ത ആ സ്ഥലത്ത് ദൈവം നീതിമാനാണ്, സമയമാകുമ്പോൾ നീതിയോടെ ന്യായം വിധിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ നീതി, അവൻ്റെ ന്യായം ദൈവത്തിൽ കണ്ടുകൊണ്ട്, ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് എല്ലാം ത്യജിച്ച് ആ രാജസ്ഥാനം ത്യജിച്ച് ഒരു സാധാരണ മനുഷ്യനെ പോലെ അവൻ വീട് വിട്ടിറങ്ങുകയാണ്. സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ വനവാസത്തിലേക്ക് അവർ പോകുന്ന സമയത്ത് അവർ ഭിക്ഷ യാചിക്കുന്നവരെ പോലെയാണ് പോകുന്നത്. ആ ഭിക്ഷുക്ക് ആയിട്ട് പോകുന്ന സമയത്ത് ആ വഴിയിൽ എന്തൊക്കെ ചലഞ്ചസ് വരാം എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ട്രെയിനിങ് ഈ മനുഷ്യനുണ്ടോ? അതിലൂടെ ആ മനുഷ്യൻ കടന്നു പോയിട്ടുണ്ടോ? ഒരു രാജാവിൻ്റെ വീട്ടിലല്ലേ ജനിച്ച് വളർത്തപ്പെട്ടത്. പക്ഷെ ഒരു ട്രെയിനിങ് ഉണ്ട്. ഏതവസ്ഥയിലായാലും ദൈവത്തിൽ ആശ്രയിക്കുക. ആ ദൈവത്തിൽ ആശ്രയിച്ച് ആ സ്ഥലം വിട്ടിട്ട് പോവാണ്. ദൈവനീതിയിൽ ആശ്രയിച്ചിട്ട് ആ സ്ഥലം വിട്ടിട്ട് പോവാണ്. ഇനി തിരിച്ചു വരുമോ അറിയില്ല. ഭരതൻ ചിലപ്പോൾ രാജാവാകും. ആകട്ടെ, സന്തോഷം. തന്നെ കൊണ്ട് കഴിയുന്ന നന്മ മാത്രം മറ്റുള്ളവർക്ക് പ്രവർത്തിച്ചിട്ട് അതിൻ്റെയും നന്മ തിരിച്ച് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്തുകൊണ്ട് അച്ഛനെയും അമ്മയും ബഹുമാനിച്ച് ആ ശ്രീരാമൻ വീട് വിട്ടുപോയി. കാട്ടിൽ പല അനുഭവങ്ങളും ഉണ്ടായി. ശബരി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ശബരിമലയൊക്കെ ആ ശബരിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശബരി ഒരു വളരെ ലോവർ കാസ്റ്റ് പേഴ്സണാണ്. രാമൻ്റെ കാസ്റ്റ് വെച്ച് നോക്കിയാൽ അവരെ സമീപിക്കാനോ അവരോട് സംസാരിക്കാനോ പോലും പാടില്ല. അൺടച്ചബിലിറ്റിയൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അവർ ടേസ്റ്റ് ചെയ്ത പഴം അത് കഴിക്കാൻ
രാമനൊരു മടിയും തോന്നിയില്ല. അതാണ് ശ്രീരാമൻ. അതുകൊണ്ടാണ് ഈ ഹിന്ദുക്കൾ ആ ശ്രീരാമനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജയ് ശ്രീറാം എന്ന് പറയുന്നത്. അവൻ്റെ ആ രാജസ്ഥാനത്തിൻ്റെ അധികാരത്തിൻ്റെ മോഹം ഒരൊറ്റ അടിക്ക് ഒരു വസ്തുവിനോടും ഈ ലോകത്തിൽ അവന് അറ്റാച്ച്മെൻ്റ് ഇല്ല എന്ന് തെളിയിക്കത്തക്ക രീതിയിൽ ഒഴിവാക്കി എന്ന് മാത്രമല്ല, ഏറ്റവും താണ നിലവാരത്തിൽ നിൽക്കുന്ന അവൻ്റെ രാജ്യത്തിലുള്ള ഒരു വ്യക്തി പോലുമല്ല, അവൻ്റെ സ്ഥാനവും രാജ്യവും അവൻ്റെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു താണ നിലവാരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സഹായം തേടാൻ തയ്യാറായെന്ന് മാത്രമല്ല, അവർ കഴിച്ച പഴം അത് ഭക്ഷിക്കാൻ ഒരു മടിയില്ലാതെ അത് കഴിക്കുമ്പോഴും സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഈ ഫലം തന്ന ഈ പഴം ആ സമയത്ത് അത് കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന ദൈവത്തെ ബഹുമാനിക്കുന്നു. ആ ശ്രീരാമനെയാണ് ഈ ഹിന്ദുക്കൾ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇനി അടുത്തത്, ഇതെല്ലാം കഴിഞ്ഞ് രാവണൻ, ഇന്ന് പല ആളുകൾക്കും രാവണനോട് വളരെ സ്നേഹമാണ്. രാവണനാണെന്ന് പോലും കറക്റ്റ് രാമനല്ല. ആ രാമൻ ഇല്ലാത്ത സമയത്ത് വന്നിട്ട് അവൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. ആ തട്ടിക്കൊണ്ടുപോയ ആൾക്ക് അവൻ്റെ ദൈവം പറഞ്ഞു കൊടുത്തു, നീ ആ സീതയെ തിരിച്ച് കൊടുത്തില്ലെങ്കിൽ അത് നിനക്ക് നല്ലതല്ല, ഞാൻ നിന്നെ രക്ഷിക്കാൻ വരില്ല. ശിവൻ അവന് വാണിംഗ് കൊടുത്തു. അത് കേട്ടില്ല, അഹങ്കാരം കാരണം. അത് കഴിഞ്ഞ് ബജറംഗ് ബലി എന്ന് നമ്മൾ പറയുന്ന ഹനുമാൻജി അവിടെ ചെന്നിട്ട് ആ രാവണന് വാണിംഗ് കൊടുത്തു, നീ സീതയെ വിട്ടു തന്നില്ലെങ്കിൽ അത് നിനക്കും നിൻ്റെ ലങ്കയ്ക്കും നാശമായി തീരും. അതും കേട്ടില്ല, അഹങ്കാരം. അങ്ങനെ അവസാനം ശ്രീരാമൻ അവിടേക്ക് പോകുന്നു. ആ യുദ്ധം നടക്കുന്നു. രാവണനെ കൊല്ലേണ്ടതായിട്ട് വരുന്നു. അവിടെയും ആ രാവണന് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നു. രാവണൻ്റെ ദൈവത്തോട് അനുവാദം ചോദിച്ച ശേഷം, രാവണൻ ശിവനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ശിവനോട് അനുവാദം ചോദിച്ച ശേഷമാണ് ഈ രാവണനെ കൊല്ലുന്നത്. അവനെ കൊന്ന ശേഷവും വളരെ ബഹുമാനത്തോടെ, ആ മരിക്കാൻ കിടക്കുന്ന സമയത്തും വളരെ ബഹുമാനത്തോടെയാണ് ആ രാവണനെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഈ ജയമെല്ലാം പ്രാപിച്ച് തിരിച്ച് വന്ന് ആ അയോധ്യയിലേക്ക് തിരിച്ച് കയറുന്ന സമയത്ത് ഈ കഥ അറിയുന്ന ഏതൊരു വ്യക്തിയും എന്തു പറയും അവിടെ രാജാവിനെ കുറിച്ച്? ജയ് ശ്രീറാം. അതുകൊണ്ടാണ് ഈ ഹിന്ദുക്കൾ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത്. നമ്മൾ കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഹല്ലേലൂയ എന്ന് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ സകല പദവികളും ഉപേക്ഷിച്ച് വേഷത്തിൽ മനുഷ്യനായി വന്ന്, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ സ്നാനപ്പെടുത്തുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നു. സ്വർഗത്തിലെ സകല പദവികളും ഉപേക്ഷിച്ച ആ കർത്താവ്, ആരും സ്പർശിക്കാൻ ആഗ്രഹിക്കാത്ത, ആരും അടുപ്പിക്കാത്ത ആ കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു എന്നാണ് വേദവസ്തം പറയുന്നത്.